السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മഹ്ശറ ലോകത്തും ആ ദിവസത്തിൽ നടക്കുന്ന ഹിസാബിലും അന്നത്തെ സിറാത്ത് വിട്ടുകടക്കുന്നതിലുമൊക്കെ അള്ളാഹു നമുക്ക് പരിപൂർണമായ വിജയം നൽകിയിട്ട് സ്വർഗലോകത്ത് എത്തിക്കുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇഹലോകത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് നടന്നവന്, അള്ളാഹുവിന്റെ ഖുർആനിന് പുറംതിരിഞ്ഞ് നടന്നവന് വളരെ ഞെരുക്കമുള്ള ജീവിതം അള്ളാഹു നൽകും. മഹ്ശറ ലോകത്ത് യൗമുൽ ഖിയാമയിൽ അവനെ കുരുടനായിട്ട് കൊണ്ടുവരപ്പെടും എന്നതാണ് പറഞ്ഞു വെച്ചത്. അന്നേരം അവൻ അള്ളാഹുവോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ, എന്നെ എന്തേ ഇന്ന് കണ്ണില്ലാത്തവനാക്കിയത്? ആ രംഗമാണ് ഇനി പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. قال, അള്ളാഹു മറുപടി പറയുന്നു. ഏത് ചോദ്യത്തിന്? അള്ളാഹുവെ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ, വഖദ് കുന്തു ബസീറ, ഞാൻ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നല്ലോ, എന്നിട്ട് എന്തേ ഇന്ന് എന്നെ നീ കുരുടനായിട്ട് മഹ്ശറയിൽ കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ഖാല, അള്ളാഹു മറുപടി പറയുന്നു, കദാലിക, ഇതേ ക്രമത്തിൽ, അത്തത്തുക്ക, നിനക്ക് എത്തിയിട്ടുണ്ട്, ആയാത്തുന, എന്റെ ആയാത്ത് നിനക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നസീതഹ, അതിനെ നീ കൈയൊഴിച്ചു. കദാലിക, ഇതേ ക്രമത്തിൽ, അൽയൗമ, ഇന്നേ ദിവസത്തിൽ, തുൻസ, നിന്നെയും ഒഴിവാക്കപ്പെടുന്നു. നിനക്ക് പരിശുദ്ധമായ ഖുർആനും അതിന്റെ ആയാത്തുകളൊക്കെ വ്യക്തമായ നിലക്ക് വന്നു. എന്നിട്ട് നിനക്കുണ്ടായിരുന്ന കണ്ണുകൊണ്ട് നീ അതിലേക്ക് നോക്കാതെ, അങ്ങനെ നോക്കിയാലല്ലേ നിന്റെ അകം കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ പറയുന്നത് അനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാനും കഴിയുക. അതിന് നീ പ്രഥമമായിട്ട് തന്നെ നിന്റെ കണ്ണ് ഉപയോഗിച്ചില്ല, നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അതുകൊണ്ട് അന്ന് നീ ചെയ്ത അതേ നിലപാട് ഇന്ന് നിന്നോട് ചെയ്യുന്നു. നിന്റെ കണ്ണിന് കാഴ്ചയില്ലാതെ നിന്നെ കുരുടനായിട്ട് ഇവിടെ ഹാജരാക്കപ്പെടുന്നു. നീ അന്ന് അതിനെ കൈയൊഴിച്ചതുപോലെ ഇന്ന് നിന്നെ കൈയൊഴിക്കപ്പെടുന്നു. ഇതാണ് അള്ളാഹുവിന്റെ മറുപടി. നസീത്ത എന്ന് പറഞ്ഞാൽ നീ മറന്നു. തുൻസ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിന്നെ മറക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നിന്നെ അവഗണിക്കപ്പെടുന്നു, നിന്നെ ഒഴിവാക്കപ്പെടുന്നു. وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. وكذلك, ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ എങ്ങനെയാണോ ജീവിച്ചത് അതിനനുസരിച്ചായിരിക്കും പ്രതിഫലം. അതാണല്ലോ ഇപ്പൊ കണ്ടത്. നജിസി, നാം പ്രതിഫലം നൽകും. മൻ അസ്റഫ, അതിർത്തി വിട്ട് കടന്നു, കുഫിരിയത്തിലെത്തി, ശിർക്കുമായിട്ടാണ് അവൻ നടന്നത്, അവന് ഇതേ ക്രമത്തിലുള്ള ശിക്ഷയാണ് നൽകുക. വലൻ യൂമിൻ, അന്ന് അവൻ വിശ്വസിച്ചിരുന്നില്ല, ബി ആയാത്തി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ തെളിവുകൾ കൊണ്ട് അവൻ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെയുള്ളവനുള്ള പ്രതിഫലം ഈ പറയപ്പെട്ടതുപോലെ ഇരിക്കും. വല അദാബുൽ ആഖിറത്തി, ചുരുക്കത്തിൽ പറയാനുള്ളത്, പരലോകത്ത് ലഭിക്കുന്ന അദാബ് അശദ്ദു, അത് വളരെ കഠിനമേറിയതാകുന്നു, കാഠിന്യമാകുന്നു. അബുക്ക, അവസാനിക്കാതെ, അത് എന്നെന്നും അവശേഷിക്കുന്നതുമാകുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷയാണ് പരലോക ശിക്ഷ. ഈ ലോകത്ത് ഇപ്പൊ ഏത് ശിക്ഷയും അതൊരു സമയം വരല്ലേ ഉണ്ടാവുള്ളൂ, മരിക്കുന്നത് വരല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ പരലോകത്ത് അങ്ങനെയല്ല, മരിക്കാത്ത ജീവിതമാണ്. ആ ജീവിതം മുഴുവനും ഈ ശിർക്ക് ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലവുമാകുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ. അഫലം യഹ്ദി ലഹും, അതല്ല, അവർക്ക് വഴികാട്ടി കൊടുക്കുന്നില്ലേ? ഹിദായത്ത് എന്ന് പറഞ്ഞാൽ വഴികാട്ടി കൊടുക്കുക. കം അഹ്ലക്ന, നാം നശിപ്പിച്ചല്ലോ ധാരാളം ആളുകളെ, ഖബ്ലഹും, ഇവർക്ക് മുമ്പ്,
മിനൽ ഖുർനി വിവിധ സമൂഹങ്ങളിൽ നിന്ന് ഇതൊന്നും അവർക്ക് വഴികാട്ടി കൊടുക്കുന്നില്ലേ? ഇവർക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കേണ്ടതല്ലേ? ഈ കഴിഞ്ഞ കാല സമൂഹത്തിന് സംഭവിച്ച ഈ നാശം അവർക്ക് സംഭവിക്കാനുള്ള കാരണം എന്ത് എന്ന് ചിന്തിക്കുകയും അവരാ കാരണം ചെയ്തപ്പോൾ അവർക്ക് ആ നാശമുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്താൽ അവരെ നേർവഴിക്ക് ഇത് നയിക്കുമല്ലോ. മാത്രമല്ല യംശൂന ഇവർ സഞ്ചരിക്കുന്നു ഫി മസാക്കിനിഹിം അവരുടെ പാർപ്പിടങ്ങളിലൂടെ. ഇവർ ഷാമിലേക്കും സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ കച്ചവടത്തിന് പോകുന്നവരാണ്. ആ പോകുന്നവർ ഈ മക്കയിൽ നിന്ന് പോകുമ്പോൾ ഇവരെ നശിപ്പിക്കപ്പെട്ട പ്രദേശത്തു കൂടെയാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പൊ അതൊക്കെ കാണാനും പലപ്പോഴും മനസ്സിലാക്കാനും കഴിയേണ്ടവരാണ് ഇവർ. എന്നിട്ട് എന്തേ അവരെ ഇതൊന്നും ഹിദായത്ത് ആക്കാത്തത്, നല്ല വഴിക്ക് അവരെ സഞ്ചരിപ്പിക്കാത്തത്? അത്ഭുതം തന്നെ. ഇന്നഫി ദാലിക തീർച്ചയായും ഇതിലെല്ലാം ഉണ്ട് ആയാത്തിൻ വ്യക്തമായ തെളിവുകളുണ്ട് ലി ഉലിന്നുഹ ബുദ്ധിയുള്ളവർക്ക് ഇത് കണ്ടു മനസ്സിലാക്കാനും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ധാരാളം കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം അവർ ജീവിച്ചിട്ട് അവരുടെ നാശം സംഭവിച്ചതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളുമാണ് ഇവർ ഈ സഞ്ചരിക്കുന്ന വഴിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ ഇവർക്ക് ബോധോദയം ഉണ്ടാകേണ്ടതല്ലേ? അവരെ പോലെ ഞങ്ങളും ഈ തെറ്റായ വഴിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ അവർക്ക് വന്ന ദുരിതം ഞങ്ങൾക്കും വരുമെന്ന് അവർക്ക് തിരിയേണ്ടതല്ലേ? എന്നിട്ട് അവരെന്താണ് അത് ചിന്തിക്കാത്തത്? ഇതിൽ വ്യക്തമായ തെളിവുണ്ടല്ലോ. അലി ഉലിന്നുഹ ബുദ്ധിയുടയവരായ ആളുകൾക്ക്. നുഹ എന്ന് പറഞ്ഞാൽ നുഹിയത്തിന്റെ യമാണ്. നുഹിയത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലകാന ലിസാമൻ വഅജലുൻ മുസമ്മാ. അള്ളാഹു ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് ആ തീരുമാനം? ഇവർ ചെയ്യുന്ന തെറ്റുകുറ്റത്തിനുള്ള ശിക്ഷ ഉടനെ നൽകുകയില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു റഹ്മത്താണ്. ഇവർക്ക് ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും വിരമിക്കാനും നന്നാകാനുമുള്ള അവസരം ധാരാളം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത തെറ്റിന് ശിക്ഷ ഉടനെ നൽകുന്നില്ല. മുൻകാലത്ത് അങ്ങനെയായിരുന്നില്ല. കുറച്ചൊക്കെ കാത്തിട്ട് ഉടനെ നശിപ്പിക്കലാണ്. അങ്ങനെ ഇവിടെ ചെയ്യുന്നില്ല. ഈ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതാ പറയുന്നത്. വലൗല കലിമത്തുൻ സബഖത്ത്, ഒരു കലിമത്ത് മുൻകടന്നിട്ടുണ്ട്, അത് ഇല്ലായിരുന്നുവെങ്കിൽ മിർ റബ്ബിക റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു വാക്യം മുൻകടന്നിട്ടുണ്ട്. എന്താ? തെറ്റ് ചെയ്യുന്നവരെ ഉടനെ നശിപ്പിക്കുകയില്ല എന്ന ഒരു കാര്യം അള്ളാഹു തീരുമാനിക്കുകയും അത് നടപ്പാക്കുമെന്ന് അവൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വാക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ലകാന ലിസാമൻ, എന്നാൽ ശിക്ഷ അവർക്ക് ഉടനെ തന്നെ വരുമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് ഇതിന്റെ തൊട്ടു പിന്നാലെയായിട്ട് ശിക്ഷ വരാതിരിക്കുന്നത്. അജലും മുസമ്മൻ, ഒരു നിശ്ചിതമായ അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പൊ അള്ളാഹു രണ്ട് കാര്യം: ഒന്ന്, ഇവർക്ക് ഒരു നിശ്ചിതമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ ഈ തെറ്റ് ചെയ്ത ഉടനെ വരെ ശിക്ഷിക്കരുത് എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ കാന ശിക്ഷ ലിസാമൻ, ഉടനെ തന്നെ ഇതിനെ തുടർന്ന് വരുമായിരുന്നു. അത് ഇല്ലാതിരിക്കാൻ കാരണം അള്ളാഹു ഇവർക്ക് ഒരു സമയം നിശ്ചയിച്ചതും അള്ളാഹു അവനെപ്പറ്റി ഇങ്ങനൊരു കെലിമത്ത്, ഒരു വാക്യം പ്രഖ്യാപിച്ചതുമാകുന്നു. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കിയിട്ടാവണം ജീവിക്കുന്നത്. ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്നുള്ള ബോധം അത് ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർളാ. ഫസ്ബിർ, നബിയെ തങ്ങൾ ക്ഷമിക്കൂ. അലാ മാ യഖൂലൂന, അവർ പറയുന്ന കാര്യത്തിന്റെ മേൽ നിങ്ങൾ ക്ഷമിക്കൂ. അവർ പലപ്പോഴും പരിഹസിക്കാറുണ്ട്. അവർ നിങ്ങൾ കൊണ്ടുവന്നതിനെ കളിയാക്കാറുണ്ട്, അതിനെ തള്ളിക്കളയാറുണ്ട്. നബിയെ തങ്ങൾ ക്ഷമിക്കൂ. ഉടനെ തന്നെ അവർക്ക് ശിക്ഷ വരണം എന്ന് ആഗ്രഹിക്കേണ്ട. അവർക്ക് നൽകാനുള്ളത് അള്ളാഹു നൽകിക്കൊള്ളും. നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമ കൈക്കൊള്ളണം. ഒന്ന്, വസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിന് തസ്ബീഹ് ചെല്ലുന്നതിനോടുകൂടെ, ഹംദ് ചെല്ലുന്നതിനോടുകൂടെ റബ്ബിനെ വാഴ്ത്തൂ, റബ്ബിന് തസ്ബീഹ് ചെല്ലൂ. ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ്. അത് ഏത് നിസ്കാരമാണ്? അത് സുബഹി നിസ്കാരമാണ്. സുബഹി നിസ്കാരം സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അദാഇന്റെ സമയം. അതിന്റെ മുമ്പായിട്ട് അത് നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലണം, അള്ളാഹുവിന് ഹംദ് ചെല്ലണം. സുബ്ഹാന റബ്ബിയൽ അലീം,
വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി ഖബല തുലൂഇ ശംസി. അതുപോലെ ഖബല ഖുറൂബിഹ, ഖുറൂബിന്റെ മുമ്പായിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കണം. തസ്ബീഹ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ഉൾക്കൊള്ളുന്ന നിസ്കാരം നിർവഹിക്കണം. അതേത് നിസ്കാരമാണ് അത്? അത് അസ്ർ നിസ്കാരമാകും. വമിൻ ആനാഇല്ലൈലി, രാത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ നിസ്കരിക്കണം. മഗ്രിബും ഇശയും ഒക്കെ രാത്രിയുടെ ഭാഗത്തിലല്ലേ. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഫസബ്ബിഹ് വമിൻ ആനാഇല്ലൈലി, രാത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ ഫസബ്ബിഹ്, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ മേൽ പറയപ്പെട്ട തസ്ബീഹും ഹംദും ഒക്കെ ഉൾക്കൊള്ളുന്ന നിസ്കാരം നിർവഹിക്കണം. അത്റാഫൻ നഹാരി, നഹാറിന്റെ തൊറഫുകളിലും നിസ്കരിക്കണം. നഹാറിന്റെ തൊറഫ് എന്ന പ്രയോഗത്തെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. സൂര്യൻ ഉദിച്ചിട്ട് ആകാശ മധ്യത്തിൽ എത്തിയാൽ ഒരു തൊറഫ് അവസാനിക്കുകയാണ്, പകുതി ഭാഗം. ഇനി അടുത്ത പകുതിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സമയമാണ് ആ നട്ടുച്ചയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ സമയം. ആകാശ മധ്യത്തിൽ നിന്ന് സൂര്യൻ അങ്ങോട്ട് തെറ്റുമ്പോൾ രണ്ട് തൊറഫുകൾ തമ്മിൽ അങ്ങോട്ട് സന്ധിക്കുന്ന സമയമാണ്. അഥവാ ളുഹർ നിസ്കാരം നിർവഹിക്കണം. അപ്പൊ സുബഹി നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം, മഗ്രിബ് ഇശ നിസ്കരിക്കണം, ളുഹർ നിസ്കരിക്കണം. അല്ലാത്ത നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ആനാ ഉല്ലയിലുള്ള നിസ്കാരങ്ങൾ ആര് പറഞ്ഞു? ഖുർആനിലെ 5 വക്ത നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഇങ്ങനെയൊക്കെയാണ് പറയാം. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത് റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കലാണ് പതിവുള്ളത്. ഖുർആനിൽ 3 വക്ത നിസ്കാരേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കെ ഒരു മൗലവി 5 നിസ്കരിച്ചിരുന്ന ആളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു 3 നിസ്കാരേ ഉള്ളൂ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു മൂപ്പര് 3 ഇല്ല, 1 മാത്രമേ ഉള്ളൂ. 1 എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരം മാത്രം. അതും സൂര്യ ഉദിച്ചതിന് ശേഷമാണെന്നാ പറയുന്നത്. പിന്നെ പറഞ്ഞു മൂപ്പര് നിസ്കാരം തന്നെ അല്ല. പിന്നെ പറഞ്ഞു മൂപ്പരന്നല്ല. ഇങ്ങനെ ഗവേഷണം നടത്താൻ തുടങ്ങിയാലേ, അതായത് മുൻഗാമികളുടെ മാർഗം ഒഴിവാക്കാമെന്ന് വെച്ചാൽ അവൻ എത്തേണ്ടതൊക്കെ എത്തും. അയാള് 5 എന്ന് പറഞ്ഞിരുന്നു, പിന്നെ 3 എന്ന് പറയുന്നത് ഖുർആനിന്റെ ആയാത്തുകൾ ഓതിക്കൊണ്ടാണ്. പിന്നെ 1 എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇല്ല എന്ന് പറയുന്നതും. അപ്പൊ ഇവിടൊക്കെ ചിന്തിക്കാനുള്ളത്, ഞാൻ ഈ പറയുന്നത് പോലെ 3 എന്ന് മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞിട്ടില്ല. 1 എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മുൻഗാമികളുടെ മാർഗം പിന്തുടരലല്ലാതെ ഖുർആനിൽ അങ്ങനെയാണ്ട് ഗവേഷണം നടത്തിയിട്ട് പോകാൻ പറ്റില്ല. ഓരോരുത്തർക്കും തോന്നുന്നത് ഇങ്ങനെ എങ്ങനെയാണ്ട് ജീവിക്കാമെന്ന് വെച്ചാൽ കന്നുകാലികളായിട്ട് ജീവിക്കേണ്ടി വരും. അതാണ്, അതിലേക്കാണ് ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. വമിൻ ആനാഇല്ലൈലി, രാത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ ഫസബ്ബിഹ്, നിങ്ങൾ നിസ്കരിക്കണം. തസ്ബീഹ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം. അത്റാഫൻ നഹാരി, പകലിന്റെ പല ഭാഗങ്ങളിൽ നിസ്കരിക്കണം. എന്തിനാണിത്? ലഅല്ലക, നിങ്ങൾക്ക് അള്ളാഹു നല്ല കൂലി നൽകും. അങ്ങനെ കൂലി നൽകുമ്പോൾ, പ്രതിഫലം നൽകുമ്പോൾ, ലഅല്ലക, നിങ്ങളായേക്കും തെർലാ, തൃപ്തി അടയുന്നവരായേക്കും. അള്ളാഹു കനപ്പെട്ട പ്രതിഫലം നാളെ നൽകുമ്പോൾ, നല്ല പ്രതിഫലം നൽകുന്ന സമയത്ത് നല്ല തൃപ്തി നിങ്ങൾക്കുണ്ടാകും. നബിയോടാണ് നേരിട്ട് പറയുന്നത്. ലഅല്ലക തെർലാ, നബിയെ തങ്ങൾ തൃപ്തിയുള്ളവരായി തീരുന്നു. നബിയോട് പറയുന്നുവെങ്കിലും എല്ലാവരോടുമുള്ള സന്തോഷ വാർത്തയാണിത്. നിസ്കരിക്കുന്നവർക്കൊക്കെ നാളെ അള്ളാഹു നൽകുന്ന പ്രതിഫലം അത് ആസ്വദിക്കാൻ കഴിയും. ആ നേരം അവന് തൃപ്തി ഉണ്ടാകും. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا. زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. ولا تمدن, ഒരിക്കലും നിങ്ങൾ നീട്ടരുത്. ഐനൈക്ക, നിങ്ങളുടെ 2 കണ്ണുകളെ നീട്ടരുത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കരുത്. ഇലാമ മത്തഅന ബിഹി, ആ വസ്തുക്കൾ കൊണ്ട് നാം സുഖം നൽകിയിരിക്കുന്നു, അങ്ങനെയുള്ളതായ വസ്തുക്കളിലേക്ക്. അപ്പൊ ഈ ലോകത്തെ സുഖാഡംബര വസ്തുക്കളുണ്ട്, അതിലേക്ക് നിങ്ങൾ കണ്ണു തുറന്നിട്ട് അങ്ങനെ സൂക്ഷിച്ചു നോക്കേണ്ടതില്ല. അതൊക്കെ നശിക്കുന്നതല്ലേ. കുറച്ചു കാലം ഇങ്ങനെ ഉണ്ടായാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് സോപ്പിന്റെ പത പോലെ, വെള്ളത്തിലുണ്ടാകുന്ന പൊള്ളൻ പോലെ, അതൊക്കെ വേഗത്തിൽ കെട്ടടങ്ങുന്നതാണ്, അവസാനിക്കുന്നതാണ്. അസ്വാജൻ, അത് തന്നെ വിവിധങ്ങളായ ഇനങ്ങളായിട്ട്. മിൻഹും, അവർക്ക്. അപ്പൊ അവർക്ക് അള്ളാഹു വിവിധങ്ങളായ ഇനങ്ങളായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സഹറത്തൽ ഹയാത്തി ദുന്യ, അതാണെങ്കിലോ ഇഹലോക ജീവിതത്തിന്റെ സഹറത്തുകളാകുന്നു, പുഷ്പങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ ശോഭകളാകുന്നു, ഈ ലോകത്തെ സുഖാഡംബര വസ്തുക്കളാകുന്നു. അതിലേക്ക് നിങ്ങൾ
തുറിച്ചു നോക്കരുത്, ശ്രദ്ധയോടുകൂടെ നോക്കരുത്. ഇതൊക്കെ കാണുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ഇവിടെയല്ല ആകേണ്ടത്, അള്ളാഹുവിന്റെ മഹത്തരമായ പ്രതിഫലം നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന വിധത്തിൽ അതിലേക്കാവണം. ലി നെഫ്തിനഹും ഫിഹി, അതിലേക്ക് നിങ്ങൾ അത്ര സൂക്ഷിച്ചു നോക്കിയാൽ, അതിന്റെ കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങളെ നാം അതിലായിട്ട് പരീക്ഷിക്കലുണ്ടാകും. അതിനോട് ഇഷ്ടമുള്ളവരും അതിനോട് മനസ്സിന് കൂടുതൽ ബന്ധമുള്ളവരും ഭൗതിക താല്പര്യം ഉള്ളവരുമായി തീരും. അതിന് അവസരം ഉണ്ടാക്കരുത്. കാരണം റിസുഖു റബ്ബിക്ക, നിങ്ങളുടെ റബ്ബ് നൽകുന്ന റിസുഖുണ്ട് പരലോകത്ത്, അത് ഖൈറുൻ, അത് ഗുണകരമാകുന്നു, അബുക്ക, അവസാനിക്കാതെ എന്നെന്നും അവശേഷിക്കുന്നതുമാകുന്നു. അപ്പൊ അത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഇതിലേക്ക് നോക്കുക പോലും ചെയ്യരുത്. നോക്കിയിട്ട് അതിനെ മനസ്സിൽ പിടിച്ചിട്ട് അതൊഴിവാക്കിയിട്ട് ഇതിനെ എടുക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. വഅ്മുർ അഹ്ലക, നിങ്ങളുടെ അഹ്ലുകാരോട് നിങ്ങൾ കൽപ്പിക്കണം, ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം എന്നത് മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ബഹുമതിയുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴെയാണ്. ആ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നിസ്കരിക്കാത്ത മനുഷ്യന് പട്ടിയുടെ പോലും സ്ഥാനമില്ല, അതിനേക്കാൾ താഴ്ന്ന സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് മാത്രമല്ല, വഅ്മുർ അഹ്ലക, നിങ്ങളുടെ അഹ്ലിനോട് ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, പലപ്പോഴും നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കും. പിശാജ്, നിങ്ങളുടെ നെഫ്സിന്റെ ഈ ദുസ്വഭാവം, ഇതൊക്കെ പലപ്പോഴും നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. എന്നാൽ വസ്തബിർ അലൈഹ, അതിന്റെ മേൽ നിങ്ങൾ ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടണം. ഏത് പ്രതിസന്ധി വന്നാലും നിസ്കാരം ഒഴിവാക്കരുത്. ലാ നസ്അലുക, നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല റിസുക്കിനെ, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങളോട് പറയുന്നില്ല. അതിന് അള്ളാഹു മാർഗം കാണും. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് റിസുക്ക് നൽകുന്നത് ഞാനാകുന്നു. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, അള്ളാഹു ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ എങ്ങനെ ധാന്യം ഉണ്ടാകും? ഇവിടെ നിങ്ങൾ വിത്ത് വെതറി എന്നത് കൊണ്ട് ഇവിടെ അത് ഉണ്ടാകണമെന്നെന്ത്? അതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതല്ലേ. അപ്പൊ റിസുക്കിന്റെ കാര്യമൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അതൊക്കെ അള്ളാഹുവാണ് നിർവഹിക്കുന്നത്. നഹ്നു നർസുഖുക, നിനക്ക് ഞാൻ റിസുക്ക് നൽകിക്കൊള്ളും. വൽ ആഖിബത്തു, അവസാനം ലിത്തഖ്വ, തഖ്വക്കാകുന്നു. അവസാനം ഒരു ലോകമുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് പോയിട്ട് പരലോകത്ത് എത്തേണ്ടതുണ്ട്. ആ പരലോകത്ത് വിജയിക്കൽ തഖ്വ കൊണ്ടാകുന്നു. അതുകൊണ്ട് വൽ ആഖിബത്തു, അവസാന ഗുണം ലിത്തഖ്വ, തഖ്വക്കാകുന്നു. ഈ ബോധം എല്ലാ സമയത്തും വേണം. തഖ്വ ഉണ്ടാക്കുന്ന കാര്യമാണ് നിസ്കാരം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തഖ്വയോടുകൂടെ ആയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയൂ. ഭൗതികമായ കാര്യത്തിലേക്കൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. എത്രമാത്രം നിങ്ങളുടെ റിസ്ക്കിന്റെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. റിസ്ക്കൊന്നും നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല അതൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി റിസ്ക് കിട്ടി എന്നതുകൊണ്ട് അത് വിഴുങ്ങാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടോ? ഈ ചങ്കിൽ ഒരു ചെറിയ കുരുണ്ടായാൽ ഇതുണ്ട് ഇറക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്, നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى. വഖാലു, അവിശ്വാസികളായ വിഭാഗം ചോദിക്കുന്നു, ലൗലാ യഅ്തീന, എന്താണ് ഈ ആള് മുഹമ്മദ് നമുക്ക് കൊണ്ടുവരാത്തത്, ബി ആയത്തിൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു തെളിവ് കൊണ്ടുവരാത്തത് എന്ത് എന്ന് അവർ പറയുന്നു. ഈ ആള് റസൂലാണ്, നബിയാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ ഉണ്ട്. എന്നിട്ട് എന്തേ റബ്ബിൽ നിന്നുള്ള ഒരു ആയത്ത് കൊണ്ടുവരാത്തത് എന്ന് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവലം തഅ്തിഹിം, അവർക്ക് വന്നിട്ടില്ലേ ഇതുവരെ, ബയ്യിനത്തു മാഫിസ് സുഹഫിൽ ഊല, മുൻകാലത്ത് ഇറക്കപ്പെട്ടതായ കിതാബുകളിലുള്ള തെളിവുകളൊന്നും അവർക്ക് വന്നിട്ടില്ലേ? ഇതിന്റെ മുമ്പ് ഇവിടെ അള്ളാഹു ഇറക്കിയ ഏത് കിതാബ് എടുത്ത് നോക്കൂ, ആ കിതാബിലൊക്കെ ഇത് ശരിയാണെന്നതിന് വ്യക്തമായ ബയ്യിനത്ത്, രേഖകൾ വന്നിട്ടുണ്ട്. തൗറാത്തിലുമുണ്ട്, ഇഞ്ചീലിലുമുണ്ട്, അതിന്റെ മുമ്പുള്ള ഏടുകളിലൊക്കെ ഉണ്ട്. അതുപോലെ ഇവർക്ക് എല്ലാത്തിലുമുണ്ട്. എന്ന് മാത്രമല്ല, ഈ കിതാബില് റസൂലുള്ള ഓതി കേൾപ്പിക്കുന്ന ഈ കിതാബിലും തെളിവുണ്ട്. എന്താണത്?
മുൻകാലത്തുള്ള കിതാബിലുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അവലം തേത്തിഹിം, അവർക്ക് വന്നില്ലേ, ബയ്യനത്തു മാഫി സുഹഫില്ലൂല, മുൻകാലത്ത് ഇവിടെ ഉണ്ടായ ഏടുകളിലുള്ള തെളിവുകൾ ഇതിൽ വന്നത് നിങ്ങൾ കാണില്ലേ? എന്താ? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും അതുപോലെ അതിന്റെ ശേഷമുള്ള പല അമ്പിയാക്കളുടെ ചരിത്രവും പരിശുദ്ധമായ ഖുർആൻ ഇവർക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ആ ഓതി കേൾപ്പിച്ചതിലൊന്നും ഒരു തെറ്റും കുറ്റവും പഴയ കാലത്തെ കിതാബുമായിട്ട് ഇതിൽ കണ്ടുപിടിക്കാനോ പറയാനോ ഒരു ജൂതനും ഒരു ക്രിസ്ത്യാനിക്കും ഇക്കാലം വരെ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ഇത് ശരിയാണെന്ന് ഇവർക്ക് തിരിയില്ലേ? കാരണം ഇത് കൊണ്ടുവന്ന, ഇത് ഓതുന്ന ഈ മുഹമ്മദ് നബി 40 വയസ്സുവരെ യാതൊരുവിധ ചരിത്രകാരന്റെ അടുത്ത് പോവുകയോ ഒരു ചരിത്ര ഗ്രന്ഥം വായിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. ഇതൊന്നും തെളിവല്ലേ ഇവർക്ക്? ഇതാണ് ആ ചോദിക്കുന്നത്. വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലി ലഖാലൂ റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂലാ ഫനത്തബിഅ ആയാതിക മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സാ. വലൗ അന്ന അഹ്ലക്നാഹും, നാം എങ്ങാനും അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, ബി അദാബിൻ, ഒരു അദാബ് ഇറക്കിക്കൊണ്ട് അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ. ഇവർ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്, എന്താ ഞങ്ങൾക്ക് അദാബ് വരാത്തത് എന്ന്. അത് കേട്ടാൽ ഉടനണ്ട് ഇറക്കണം എന്നായിരിക്കും തോന്നാം. എന്നാൽ ഇത്തരത്തിലുള്ള അദാബ് കൊണ്ട് നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, മിൻ ഖബിലിഹി, ഇതിന്റെ മുമ്പായിട്ട്, ഈ ഖുർആൻ ഇറക്കുന്നതിന്റെ മുമ്പായിട്ട്, ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നതിന്റെ മുമ്പായിട്ട് അവരാണ്ട് നശിപ്പിച്ചു എന്ന് വെക്കുക. എന്നാൽ കാലു, നാളെ പരലോകത്തെത്തുമ്പോൾ അവർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലൗല അർസൽത്ത ഇലൈന, എന്തേ ഞങ്ങളിലേക്ക് നീ അയക്കാതിരുന്നത്, റസൂലിനെ അയക്കാതിരുന്നത്. ഇപ്പൊ നെത്തബി, അങ്ങനെ അയച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ തുടരുമായിരുന്നല്ലോ, ആയാത്തിക്കാൻ, നിന്റെ റസൂലിനോടും ആ റസൂല് കൊണ്ടുവന്നതായ തെളിവുകളോടും ഞങ്ങൾ തുടരുമായിരുന്നു. മീൻ കബില് അൻ നദില്ല, ഞങ്ങൾ ഈ നിന്ദ്യരായി തീരുന്നതിന്റെ മുമ്പ്, വൻ അഹ്സ, ഞങ്ങൾ പരാജയപ്പെട്ടവരായി തീരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നല്ലോ എന്നവർ പറയുമല്ലോ. ആ പറച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിനെ അയച്ചതും അവർക്ക് തെളിവ് കാട്ടിക്കൊടുത്തതും ഒക്കെ. പക്ഷേ അവരതിലേക്ക് കടന്നു വരുന്നില്ല, അവസരം നഷ്ടപ്പെടുത്തുകയാവുന്നു. ഖുൽ കുല്ലും മുതറബ്ബിസുൻ ഫതറബ്ബസൂ ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തിസ് സവിയ്യി വമൻ ഇഹ്തദാ. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, കുല്ലുൻ മുത്തറബിസുൻ, നിങ്ങളും ഞങ്ങളും കാത്തിരിക്കുന്നവരാണ്. നിങ്ങളും ഞങ്ങളും എതിർചേരികളിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഈ പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അനന്തര ഫലമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു, നിങ്ങളെന്നാ അതൊന്ന് കാണട്ടെ എന്ന് നിങ്ങളും വെക്കുന്നു. അപ്പൊ നാമും നിങ്ങളും പ്രതീക്ഷിക്കുന്നവരാകുന്നു, കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ തറബസു, നിങ്ങൾ കാത്തുകൊള്ളൂ. അത് ഭീഷണിയാണ്. നിങ്ങൾക്ക് വരും ഉറപ്പ്. ഇപ്പൊ തറബസു, കാത്തിരുന്നുകൊള്ളൂ. വസതഅലമൂന, തീർച്ചയായി നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. മൻ അസ്ഹാബു സുറാത്തി സബി, ചൊവ്വായ മാർഗത്തിന്റെ ആളുകൾ ആരെന്ന്, വമനിഹ്തദ, ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടവർ ആരെന്ന് എന്ന് നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും. അന്നേരം അറിഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല, പരിഹരിക്കാൻ അവസരമില്ലാത്ത നേരത്താണ് അത് നിങ്ങൾ അറിയുക. അതുകൊണ്ട് ഈ നേരം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും തന്നെ അതിൽ നിന്ന് പിന്തിരിയാതെ നിങ്ങൾ രക്ഷപ്പെടണം. അർഹമുർ റഹീമായ അള്ളാഹു നമ്മെ അവന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തെളിവുകൾ മനസ്സിലാക്കി അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അർഹമുർ റഹീമായ അള്ളാഹുവെ, ഖാലിഖായ റാസിഖായ പടച്ചവനെ, ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഉസ്താദുമാരെ, ഞങ്ങളുടെ ശിഷ്യന്മാരെ, ഞങ്ങളുടെ ഭാര്യ സന്തതികളെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെ, ഞങ്ങളുടെ ശുറക്കാവിനെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങൾ സ്നേഹിക്കുന്നവരെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെ, ഞങ്ങൾ ആർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യേണ്ടതുണ്ട്, ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും ഇതിന്റെ ഹിഫ്ളിലും ഹിമായത്തിലും ആക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടവരൊക്കെ ഖബറുകളെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും നീ ആശ നൽകുകയും ആശകളൊക്കെ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണേ അല്ലാ. രോഗം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ മറ്റു കഷ്ടപ്പാടുകളെ കൊണ്ടോ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുത് റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഊസിക്കും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.